ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രേവതി രവീന്ദ്രനോട് പറയുക, വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായി അച്ഛ, എല്ലാം സഹിക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഇതൊക്കെ എൻ്റെ തലവിധിയാ, ഞാൻ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ഒരിക്കൽ പോലും സമാധാനമായിട്ട് ഉറങ്ങാനോ സമാധാനമായിട്ട് ജീവിക്കാനോ ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് ഓടിപ്പോയി കേട്ടോ. സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു, തല കുനിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ സച്ചിയോട് പറയാ, കേട്ടില്ലേടാ അവള് പറഞ്ഞത്? നീ ആ കുടുംബത്തെ മുഴുവൻ കഷ്ടത്തിലാക്കിയില്ലേ? അവരുടെ സമാധാനം നീ കളഞ്ഞില്ലേ? എന്തിനാടാ ഈ ക്രൂരത കാണിച്ചത്? അവന് നീ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചിട്ട് ഇതുവരെ നീ മറുപടി തന്നില്ല. വീണ്ടും അവന് നീ ചെന്ന് തല്ലി. അച്ഛ, അതിന് ഞാൻ ഒന്നും പറയണ്ട, നീ പറഞ്ഞതൊക്കെ മതി, നിർത്ത്. ഇതിലും കൂടുതലായിട്ട് നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സച്ചി. നീ നിന്റെ ഇഷ്ടം പോലെ നടക്ക്, ഇഷ്ടം പോലെ ചെയ്യ്. എന്റെ കൺമുമ്പിൽ നീ ഇനി വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ മാറി നിൽക്കാന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങ് പോയി കേട്ടോ. നമ്മുടെ സച്ചി അങ്ങ് മാറി അങ്ങ് ചെന്ന് വീഴാൻ അങ്ങ് തുടങ്ങി. ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്ര ആസ്വദിച്ച് നിൽക്കുകയാണ്. നമ്മുടെ രവീന്ദ്രനുമായിട്ട് തെറ്റിയില്ല സച്ചി, ആ ഒരു സന്തോഷം ചന്ദ്രയ്ക്ക് ഉണ്ടല്ലോ. അതുമല്ല, നമ്മുടെ ശ്രുതിയും അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പം ഇവരുടെ മുഖത്തൊരു പുച്ഛഭാവം ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്കും എന്തോ പോലെയായി. സച്ചി അവിടെ തങ്ങ് മാറിപ്പോയി. നമ്മുടെ രേവതിയാണെങ്കിൽ കിച്ചണിൽ ചെന്ന് ഭയങ്കര കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇപ്പൊ സച്ചി വേറെ ഒന്നിനുമല്ല കയറി വരുന്നത്, ഇത്രയും പ്രശ്നം ഇപ്പൊ ഇവിടെ ഉണ്ടായത് നമ്മുടെ രേവതി ആ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പം അതൊന്ന് ചോദിക്കണമല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ കലി വന്നിട്ട് നമ്മുടെ സച്ചി വന്നിട്ട്, ഇടി നീ എന്തിനാടി നിന്റെ വീട്ടിൽ നടന്ന കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്? അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനോട് എൻ്റെ വിഷമം പറഞ്ഞതാ, ഇനിയും ഞാൻ പറയും. എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനും പറയട്ടെ. ഞാനത് പറഞ്ഞാ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് പറയാദ്യം. നിങ്ങള് കുറെ ദിവസമായല്ലോ പറയുന്നു പറഞ്ഞിട്ട് പറയാതെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിനക്ക് താങ്ങാൻ പറ്റില്ല രേവതി. അപ്പം നമ്മുടെ രേവതി ചോദിച്ചു, ഇതെന്താ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത്? പറ. ഒന്നുമില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഞാൻ കെട്ടവൻ, ഞാൻ കൊള്ളില്ല, ഞാൻ ചീത്ത, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി. അപ്പൊ അവിടെ ഇരുന്ന് പാത്രം എടുത്തൊരു ഒറ്റ ഏറെറിഞ്ഞു കേട്ടോ നമ്മുടെ രേവതിക്ക് അത്രമാത്രം വിഷമമുണ്ട്. രേവതി അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ലല്ലോ. അപ്പം ആ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ഇത് കണ്ടുകൊണ്ട് ചന്ദ്രയും നമ്മുടെ ശ്രുതിയും വീണ്ടും സന്തോഷിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുക, കണ്ടില്ലേ മോളെ, പ്രശ്നം ഓരോന്നായി ഉണ്ടാകുന്നു, യുദ്ധം മുറുകുന്നു. ഇങ്ങനെയാ പോക്കെങ്കില് ഇവൾ അടുത്ത് തന്നെ ഇവളുടെ വീട്ടിലെത്തും. നല്ല അവസരമായപ്പോ ഇത് പാഴാക്കാൻ പാടില്ല. ആ പൂക്കട അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇനിയിപ്പൊ അതിനെന്താ മോളെ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, എന്തെങ്കിലും ഒരു വഴി കാണും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട്, ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ കിടക്കുകയാണ്. അപ്പം ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്ത് പറ്റി നീ ഇങ്ങനെ കിടക്കുന്നത്? വന്ന ഉടനെ കിടന്നാണല്ലോ, ഫ്രഷ് ആകുന്നൊന്നുമില്ലേ? അത് പിന്നെ വല്ലാത്തൊരു ക്ഷീണം തോന്നുക. എന്തു പറ്റി? അത് പിന്നെ ഭയങ്കര ടയേർഡാ. എന്ത് ചെയ്യാനാ? അല്ല, നിനക്ക് 2-3 ദിവസം ലീവ് എടുക്കത്തില്ലേ? ലീവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നേ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു സ്റ്റുഡിയോയില്. നമ്മൾ സൈക്കിളിൽ പോകുന്നത് അമ്മയും അച്ഛനും കണ്ടു. അതെ, അവർക്ക് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു. ഓഹോ, കാറിൽ പോകേണ്ട മകള് സൈക്കിളിൽ പോകുന്നു, കഷ്ടപ്പാട് തന്നെ. അത് കണ്ടാലേ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഞാൻ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലെന്ന് വിചാരിച്ചു കാണും. അതായിരിക്കും നിന്നെ കാണാൻ സ്റ്റുഡിയോയിലേക്ക് വന്നത്. ശ്രീകാന്ത് വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയാതെ, അവര് നമ്മളെ കണ്ടതുകൊണ്ട് ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ കാണാൻ വന്നതേ ഈ കൂപ്പൺ തരാൻ വേണ്ടിയിട്ടാ. കണ്ടോ ഈ കൂപ്പണ്? അല്ല, ഇതെന്ത് കൂപ്പണാ? ഇതൊരു ചെറിയൊരു ടൂർ പാക്കേജാ, 4 ദിവസത്തെ ടൂറ്. ആലപ്പുഴയിലെ ബോട്ട് യാത്രയൊക്കെ ഉൾപ്പെടും. നമുക്ക് പോയാലോ? അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഹോളിഡേ ഡെസ്റ്റിനേഷൻ ഇങ്ങനെയൊക്കെ കൂപ്പൺ കിട്ടാറുള്ളതാ. അതുകൊണ്ട് അച്ഛൻ ഈ പ്രാവശ്യത്തെ കൂപ്പൺ അമ്മയുടെ കൈ കൊടുത്തു, അതെനിക്ക് അമ്മ തന്നു. നമുക്ക് 4 ദിവസം പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. 4 ദിവസമോ? പറ്റില്ല, 4 ദിവസം എനിക്ക് ലീവ് കിട്ടത്തില്ല, എനിക്ക് ജോലിയുണ്ട്. ശ്രീകാന്തെ, എന്താ ശ്രീകാന്തെ ഇത്? ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നീ ലീവ് ചോദിക്കുക, നിനക്ക് ലീവ് കിട്ടും.
ഇപ്പഴാ റെസ്റ്റോറന്റ് ഒന്ന് നല്ല രീതിയിൽ പോകുന്നത്. എന്നെ വിശ്വസിച്ചിട്ടേ ഓണർ ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിയാവില്ല. എല്ലാ ദിവസവും ഫംഗ്ഷനൊക്കെ ഉണ്ട്. ആഹാ, ശ്രീകാന്ത് റെസ്റ്റോറന്റ് വർക്ക് ചെയ്യല്ലേ? അയ്യോ, സ്വന്തമൊന്നുമല്ലോ, ഇത്ര ആത്മാർത്ഥതയൊക്കെ വേണോ? ആരുടെ സ്ഥാപനമാണെങ്കിലും ശരി, ജോലിയിൽ ആത്മാർത്ഥത വേണം. ഒരു 4 ദിവസമല്ലേ ഞാൻ ചോദിച്ചോളൂ, എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ നേരത്തെ പറയുമായിരുന്നെങ്കിലേ ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാലോ? അതിന് ഇന്നല്ലേ അമ്മ കൂപ്പൺ തന്നത്. പിന്നെ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് 1 വർഷം മുമ്പ് എനിക്ക് അപ്പോയിന്റ്മെന്റ് മേടിക്കാൻ പറ്റുമോ? ഇതെന്താ ശ്രീകാന്തെ, വാ നമുക്ക് പോകാം. മാരേജിന് ശേഷം നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ ശ്രീകാന്തെ. അപ്പൊ നമ്മൾ അച്ഛമ്മയുടെ നാട്ടിൽ പോയതോ? അന്ന് പോയത് അത് പിന്നെ നമ്മൾ രണ്ടും മാത്രമല്ലല്ലോ, വീട്ടിലെല്ലാവരും ചേർന്നല്ലേ പോയത്. ഞാൻ അവിടേക്ക് വന്നത് പൂർണ്ണ മനസ്സോടു കൂടിയൊന്നുമല്ല. ശ്രീകാന്ത് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ടൂറിന് പോകണം. അത് ഒരു രസമല്ലേ? മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണിമൂണിനൊന്നും പോയില്ലല്ലോ. ഇതൊരു ഹണിമൂൺ ട്രിപ്പ് ആവട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളതല്ലേ? ദേ, ഞാൻ നിന്നെ എവിടെയും കൂട്ടിയിട്ട് പോവില്ല. അതിനിപ്പോ എനിക്ക് വഴിയില്ല. അതുകൊണ്ടല്ലേ നിന്റെ അമ്മ നിനക്ക് ഇപ്പൊ ഈ കൂപ്പൺ തന്നത്. കൊള്ളാം. എന്താ ശ്രീകാന്ത് ഈ പറയുന്നത്? അതെ, നിന്റെ അമ്മ പറയാതെ പറയായിരുന്നു, നിന്നെയും കൂട്ടി എവിടെ പോകാനും എനിക്ക് കഴിവില്ല എന്ന്. അയ്യോ, അതൊന്നും അല്ല. നമ്മുടെ കാര്യത്തിൽ സ്നേഹമുണ്ട്, ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാ അമ്മ കൂപ്പൺ തന്ന് ടൂറ് പോകാൻ പറഞ്ഞത്. ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓസിന് ശ്രീകാന്തിന് ഒരു കൂപ്പൺ തന്നല്ലേ, വരാനല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ. ക്യാഷ് വേണമെന്നൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ? ഓഹോ, ഓസിന് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചോണ്ട് നിന്റെ കൂടെ വരുന്ന നീ കരുതിയോ? എന്നെ കൊണ്ട് ചെലവ് ചെയ്യാൻ പറ്റില്ലെന്ന് നീയും പറയാതെ പറഞ്ഞു. അയ്യോ, ഞാൻ പറയുന്നതല്ല ശ്രീകാന്ത്, വേറെ മീനിങ്ങിൽ എടുക്കല്ലേ. ഞാൻ നല്ല മീനിങ്ങിൽ തന്നെ എടുക്കുന്നത്. ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നീക്ക് വേണമെങ്കിൽ തനിയെ ഓസിന് പോകാം, ഇവിടെ ഇരിക്കാം, നീ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ തനിയെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് വാതടച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ ശ്രീകാന്തിന് നന്നായിട്ട് ഫീൽ ചെയ്തു. ഓസിനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് അതിനുള്ള കഴിവില്ല, നമ്മുടെ വർഷനെ കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്നല്ലേ ശ്രീകാന്ത് ചിന്തിക്കത്തുള്ളൂ. ഏതായാലും ശ്രീകാന്ത് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങ് മാറിപ്പോയി. വർഷയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. വർഷയുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഈ സമയമാണെങ്കിൽ നമ്മുടെ സച്ചി ടെറസിന്റെ മോടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ മനസ്സ് നിറയെ വിഷമമാണ്. രേവതിയോട് പറയാനും പറ്റുന്നില്ല. പ്രശ്നങ്ങളൊക്കെ വീണ്ടും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് വേറൊരാള് പായും തലകണയൊക്കെ ആയിട്ട് കയറി വരുന്നത്. ആരാ? നമ്മുടെ സുധി മോന്. അങ്ങനെ നമ്മുടെ സുധി കയറി വന്നതും സച്ചിൻ ഞെട്ടിപ്പോയിട്ടോ. പായും തലകണക്ക്. ഇതെന്ത് പറ്റി? ഇവൻ ഇവിടെ പായും തലകണയൊക്കെ ആയിട്ട്. അപ്പൊ സുധി വന്നിട്ട് ഇവരെന്താ ഇവിടെ എന്നും ചിന്തിക്കുകയാണ്. സുധിയും ചിന്തിക്കുക. അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു, നീ എന്താടാ ഇവിടെ? അതുവരെ താഴെ മുറിയിലെ നല്ല ചൂട്, ഞാൻ ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു. നിന്റെ മുറിയിൽ AC ഉണ്ടല്ലോ, പിന്നെ എന്താ? ഉള്ളിലെ കനലുള്ളവർക്ക് കാശ്മീരി പോയാലും ചൂടായിരിക്കും. അല്ല, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് പിന്നെ എന്റെ മുറിയിൽ അച്ഛനും അമ്മയും കിടക്കുമല്ലേ. അല്ല, നിനക്ക് ഹോളിൽ കിടക്കായിരുന്നല്ലോ. ഹോളിലെ നല്ല ചൂടാ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ആകുമ്പോ മനസ്സമാധാനത്തോടു കൂടി കിടക്കാം. അതുകൊണ്ട് തന്നെയാടാ ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നീ ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ കിടക്കാം, നീ അപ്പുറം കിടന്നോ. നമുക്ക് വേണമെങ്കിൽ നടുവിലൂടെ ഒരു കയറും കൂടെ വലിച്ചു കെട്ടാം. കയറ് എന്നിട്ട് കാല് കെട്ടിയാൽ മതി, ഓടി പോകാതിരിക്കാൻ വേണ്ടി. ദേ സച്ചി, ഞാൻ നല്ല ചൂടിലാട്ടോ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് കേട്ടോ. രാത്രിയില് ഓടാ ബീറച്ചെടുക്ക. അപ്പൊ വന്നേക്കുന്നു രാത്രി മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അപ്പൊ നമ്മുടെ സുബിയാണെങ്കിൽ എന്റെ ഈശ്വര, ചെകുത്താന്റെ കടലിന്റെ നടുക്കായി പോയല്ലോ, എന്നെ ഒന്ന് മുകളിലേക്ക് എടുക്കണേ. ഇതിപ്പോ എന്താ ചെയ്യുക? വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ, വല്ലാത്തൊരു ജാതകം തന്നെ എന്നൊക്കെ പറഞ്ഞ് മറ്റേ മൂട്ടില് തീർ കടിച്ച ഒരവസ്ഥയിലാണുണ്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. സച്ചിക്കാണോ ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്ത് പറ്റി നമ്മുടെ ശ്രീകാന്തിനെന്ന് അറിയില്ലല്ലോ. ശ്രീകാന്തിനല്ല, സുധിക്കെന്ന് അറിയില്ല. അപ്പോഴത്തേക്കുമാണ് പായും തലകണയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീകാന്ത് കയറി വരുന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, എടാ സുധി, ദേ നീ ഒരു കയറും കൂടെയേ വലിച്ചു കെട്ടേണ്ടി വരും. ദേ നിന്റെ അനിയൻ ശ്രീകാന്ത് കയറി വരുന്നു. ഇതെന്താടാ, നിനക്കൊന്നും ഉറക്കൊന്നുമില്ലേ? നീ എങ്ങനെയാണോ കൂടെ ഒരുപാട് ഇറങ്ങിക്കോണോ? നീ എന്നത്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ദേ ഇവന്റെ മുറിയിലെ നല്ല ചൂടായിരിക്കും അല്ലേടാ? അതെ സച്ചേട്ടാ, എന്റെ മുറിയിലേയും കുറച്ച് ചൂട് കൂടുതലാ, അതുകൊണ്ടാ ഞാൻ ഇവിടെ കിടക്കാൻ വന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ശ്രുതിയേട്ടത്തിയായിട്ട് അടി ഉണ്ടാക്കിയോ? അല്ലാതെ ഞാൻ പിന്നെ എന്തിനാണാ ഇവിടെ വന്ന് കിടക്കുന്നത്? അല്ല, രേവതി ഏട്ടത്തിയായിട്ട് സച്ചേട്ടന് വഴക്കുണ്ടാക്കിയോ? അതെന്ത് ചോദ്യടായിട്ട്? ഇവൻ വഴക്കടിച്ചില്ലെങ്കിലല്ലേ ഉള്ളടാ അത്ഭുതം. ഇവൻ ഏത് നേരവും വഴക്കല്ലേ ആ രേവതിയോട്. അല്ല, നീ ഇപ്പൊ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ നീ വഴക്കം തുടങ്ങിയോ? എന്താടാ, നീ വഴക്കുണ്ടാക്കിയോ? പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല, വഴക്ക് എപ്പോ വേണമെങ്കിലും തുടങ്ങാം.
അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അത് ശരിയാ, കല്യാണം വരെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, പക്ഷെ കല്യാണം കഴിഞ്ഞാലേ ബസ് കയറി എങ്ങോട്ടേലും പോയാലേ സമാധാനം കിട്ടത്തുള്ളൂ. അയ്യോ സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. കല്യാണത്തിന് മുമ്പ് കണ്ട പെണ്ണിനെയല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഭാര്യ ആയതിനു ശേഷം ഒരു സമാധാനവും തരുന്നില്ല. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു, 100% സത്യം. കല്യാണത്തിന് മുമ്പ് നമ്മുടെ എത്ര തെറ്റ് ചെയ്താലും ഇവർ ക്ഷമിക്കും, അതിനുശേഷം ഒരു ചെറിയ തെറ്റ് ചെയ്താലുമേ ഇവരാരും ക്ഷമിക്കത്തില്ല. ഉള്ള സമാധാനം മുഴുവനായിട്ട് നശിച്ചു പോകും. എന്ത് ചെയ്യാനാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കല്യാണത്തിന് മുമ്പും ശേഷമുണ്ട്, എനിക്ക് കല്യാണത്തിന് ശേഷമുള്ളൂ. ഓരോ ദിവസമേ ഓന്ത് നിറം മാറുന്ന പോലെയാ മാറുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഏടത്തിനെ കുറിച്ചാണോ സച്ചേട്ടൻ ഈ പറയുന്നത്? ഏടത്തി അങ്ങനെയൊന്നും അല്ല, സച്ചേട്ടന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണും, അതായിരിക്കും. പിന്നെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടാണോ നിന്റെ ഭാര്യയും നീയും കൂടെ വഴക്കടിച്ചത്? അത് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവണ്ടേ? ഇത് തന്നെയാണ് ശ്രീകാന്ത് എന്റെയും വിഷയം. കല്യാണത്തിന് മുമ്പ് നമ്മൾ പറയാതെ തന്നെ അവര് നമ്മളെ പല കാര്യങ്ങളും മനസ്സിലാക്കും, പക്ഷെ കല്യാണത്തിന് ശേഷമോ നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, ദേ എന്തോ നമുക്ക് അറിയത്തില്ലാത്ത ചൈനീസ് പടം കാണുന്ന പോലെ ചാ ചാ ചോ ചാൻ ചീ എന്നായിരിക്കും. എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. വിധി മാരേജിന് മുമ്പുള്ള ലൈഫായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ സച്ചി വന്ന് പറഞ്ഞു, ദേ മണ്ടയ്ക്ക് ഒരെണ്ണം വെച്ച് തന്നാ ഉണ്ടല്ലോ, വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്നാ പറ്റി? ഒഴിവാക്കാതെ അവളെ ഓടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ? എന്നിട്ട് നിനക്കിപ്പൊ എന്താ പറ്റിയത്? അത് പിന്നെ ഓടിപ്പോയി കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ലല്ലോ, മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കടാ, ഓടിപ്പോയ കാര്യം നീ പറയരുത്. അപ്പൊ എനിക്ക് പഴയ കാര്യം ഓർമ്മ വരും. അത് പിന്നെ പഴയ കാര്യമല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങൾ രണ്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ ആ കാര്യമൊക്കെ വിട്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പലതാ, പക്ഷെ ഈ വിഷയത്തിലുണ്ടല്ലോ നമ്മളെല്ലാം ഒരുപോലെ ദുഃഖിതരാണ്. കറക്റ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടുപേർക്കും? അച്ഛനും അമ്മയും പണ്ട് ചില ദിവസങ്ങളിൽ രാത്രി ഒരിഞ്ഞ വഴക്കായിരിക്കത്തില്ലേ? അന്ന് നമ്മൾ 3 പേരും കൂടെ ചേർന്ന് ടെറസിൽ വന്നിരുന്ന് സന്തോഷത്തോടുകൂടി ഓരോ കളികളൊക്കെ കളിച്ചിരിക്കും, ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ നമ്മുടെ സുധി ചോദിക്കാണ് കേട്ടോ. കണ്ടു സുധി പറഞ്ഞു, എന്ത് രസമായിരുന്നല്ലേ, ആലോചിക്കുമ്പോ തന്നെ എന്തൊരു സുഖമാ. എന്ത് ചെയ്യാനാ, തീർന്നില്ലേ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛനും അമ്മയും വഴക്കിടാൻ വേണ്ടി അന്ന് സുധിയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പിന്നെ ചെറിയൊരു മനസ്സിലോ. ദേ ഒരു കാര്യം പറയട്ടെ, എല്ലാ വഴക്കും കഴിഞ്ഞിട്ടേ ഇവൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഇവനെ ഞാനാ എടുത്ത് ആ റൂമിൽ കൊണ്ട് കിടത്തുന്നതെന്ന് സച്ചി ഇങ്ങനെ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അതൊക്കെ ഒരു കാലം, ഇനി അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ഉറക്കവും വരുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ലൈഫ് ആകെ മാറിയല്ലേ സച്ചേട്ടാ? കറക്റ്റാടാ, ബാക്കിയുള്ളവരുടെ ഉറക്കവും പോയെന്ന് സുധി. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ലൈഫ് ആകെ മാറിപ്പോയി, അത് ശരി തന്നെയാ, പക്ഷെ മാറാതെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അന്നും ഇന്നും ഒക്കെ എനിക്ക് ഇങ്ങനെ തന്നെയാ. അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു, അല്ല സച്ചി, നീ മുമ്പൊക്കെ വെള്ളം അടിക്കാറുണ്ടല്ലോ, ഇപ്പൊ നീ എന്താ വെള്ളം അടിക്കാത്തത്, എന്ത് പറ്റി? അപ്പൊ ശ്രീകാന്തി ചോദിച്ചു, അല്ല എന്ത് പറ്റി സച്ചേട്ടാ? അത് പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നഗ്ന സത്യങ്ങളൊക്കെ വെളി വരും. ഏത് സത്യം? ഏതോ ഒരു സത്യം, നീ മിണ്ടാതിരിക്കെ. ചോദിച്ചപ്പോ ഭയങ്കര ജാട, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ജാടയാ എന്ന് സുധി. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുക, മനസ്സ് എന്തോ പോലെ തോന്നുക, 2 പെഗടിച്ചാൽ കൊള്ളാന്നുണ്ട്. എടാ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പെഗടിച്ചാൽ തീരുന്നല്ലടാ. അല്ല അവരെ അടിക്കണോ? അടിക്കാനെ കൊണ്ട് ചെന്നാ മതി സച്ചേട്ടാ. ശ്രുതിയെടത്തിയെ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്, അടിച്ച് ഷേപ്പ് മാറ്റി കണ്ട ശ്രുതിയേട്ടാ. ദേ നിന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ വന്ന പെണ്ണുങ്ങളെ രേവതി ഇഷ്ടിക കൊണ്ടേ അടിച്ചൊടിച്ച് മറന്നിട്ടില്ല. ശ്രുതിക്ക് മാത്രമല്ല കരാട്ട, രേവതിക്ക് നല്ല ശക്തിയുണ്ട്. ഭയങ്കര ശക്തിയാ. എനിക്ക് രേവതിയെ അല്ല സച്ചേട്ടാ പേടിയുണ്ടെന്നല്ലേ പറയാൻ വന്നത്? പേടിയുണ്ടോന്ന് ചോദിച്ചാല് പേടിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാനേ ചുമ്മാ പറഞ്ഞതാ, എന്ത് സംഭവിച്ചാലും പെണ്ണുങ്ങള് ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അങ്ങനെയാണ് അച്ഛമ്മയും അച്ഛനും ഒക്കെ നമ്മളെയും പഠിപ്പിച്ചത് അല്ലേന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു. അപ്പൊ ശ്രുതി പറഞ്ഞു, ദേഹോപദ്രവം ഏൽപ്പിക്കല്ലെന്നേ ഉള്ളൂ, പിന്നെ ഭാര്യമാരെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും വിരട്ടും ഒക്കെ ചെയ്യാം ചെറുതായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒന്ന് ചിരിച്ചിട്ട്, കൊള്ളാം, നീയാണോ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും വിരട്ടുന്നയാള്? ശ്രുതി നിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ടുണ്ട്, നീ പൂച്ചക്കുഞ്ഞ് പതുങ്ങുന്ന പോലെ പതുങ്ങില്ലേ? അയ്യേ ഞാനോ, നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശ്രുതിനെ പിടിച്ചാ കിട്ടില്ല. എന്നെ ഭയങ്കര പേടിയാണെന്ന് അവക്ക് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനൊന്ന് തുറച്ചു നോക്കിയാലേ പേടിച്ച് ശ്രുതിയുടെ 2 മുട്ട് കൂട്ടിമുട്ടും, വിറയ്ക്കും.
അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് അതെ ശ്രുതിയുടെ അടുത്ത് കയറി വരുന്നു. അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ ശ്രുതി, സോറി ശ്രുതി, ഞാൻ ചുമ്മാ പറഞ്ഞ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചിരിക്കാണ് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞ അതെ ഞാൻ ചുമ്മാ പറഞ്ഞ. അപ്പം സച്ചി പറഞ്ഞു ധൈര്യം കണ്ടില്ലേ, അവന്റെ ധൈര്യം കണ്ടില്ലേ, അവനെല്ലാം കേട്ടെന്ന് പറഞ്ഞത് ഇവന്റെ മുട്ട ഇപ്പൊ കൂട്ടിയിടിച്ചത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ചെറുപ്പത്തിലേ ഇങ്ങനെയാ സച്ചിയേട്ടാ, സുധിയേട്ടൻ ഒരു ഒച്ച കേട്ടാ മതി പേടിച്ച് ഞെട്ടും. ചെറുതായിട്ടൊന്ന് തൊട്ടാ മതി സുധിയേട്ടൻ ഇക്കിളിയാകും. ചെറുപ്പത്തില് എന്റെ സച്ചിയേട്ടന്റെ ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് സുധിയേട്ടനെ ഇക്കിളിയാക്കുന്നായിരുന്നു. അതൊക്കെ ചെറിയ പ്രായത്തില. ഇപ്പൊ എനിക്ക് ഇക്കിളിയൊന്നും ഇല്ലെന്നേ. ആണോ? എന്നാ പിന്നെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇക്കിളി കൂട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്തേ വേണ്ട ശ്രീകാന്തേ, എനിക്ക് ഇക്കിളിയുണ്ട് എന്നും പറഞ്ഞിട്ടിരിക്കുക. സച്ചി ഇതൊക്കെ കണ്ടു ഭയങ്കര ചിരി കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെ വഴക്കുണ്ടാക്കി പെണ്ണുമ്പിള്ളമാരോട് വഴക്കുണ്ടാക്കി വന്ന് ഇവര് ഭയങ്കരമായിട്ടും ഹാപ്പി ആയി കേട്ടോ. സന്തോഷമായി ഇവര് 3 പേരുടെയും സംസാരവും. അവരാ ചിരിച്ച് കളിച്ചൊക്കെ അവിടെ നിൽക്കുകയാണ് ആ ടെറസിന്റെ മണ്ടയില്. ഈ സമയത്താണെങ്കിലേ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർഷ വന്ന് ചോദിച്ചു ഇതെന്താ ചേച്ചി ഉറങ്ങാത്തത്, അടുക്കളയിൽ ജോലിയൊന്നും തീർന്നില്ലേ? അത് പിന്നെ ഉറക്കം വരുന്നില്ല, ഞാൻ കട്ടൻ ചായ ഇട്ട് കുടിക്കുക. അതെ എനിക്ക് ഒരു ചെറിയ കട്ടൻ ചായ തരുമോ? അതിനിപ്പോ എന്താ, തരാലോ എന്ന് പറഞ്ഞു. നമ്മുടെ വർഷ കയറി അവിടുത്തെ ആ ഒരു പാതകം പോലത്തെ ആ ഒരു അതിന്റെയൊക്കെ മണ്ടേ കയറി ഇരിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു അടുക്കളയിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടില്ല, അതിന്റെ പേരെന്താ ഞാൻ പറയാ. അപ്പൊ അതിന്റെ മുകളിൽ കയറി ഇരിക്കുക, പാത്രമൊക്കെ വെക്കുന്നതിന്റെ അതിന്റെ മുകളിൽ കയറി ഇരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വെച്ച് ഇതെന്താ വർഷയ്ക്ക് ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. അല്ല ശ്രീകാന്ത് ഉറങ്ങിയോ? അതറിയണമെങ്കിൽ ടെറസിൽ പോയി നോക്കണം. അവനെന്താ ടെറസിലാണോ കിടക്കുന്നത്? അതെ ടെറസിലാണ് കിടക്കുന്നത്. എന്തു പറ്റി വർഷേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്താ പറയാ, ശ്രീകാന്തിന് എന്തോ ഒരു വല്ലാത്ത സ്വഭാവ. പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തെങ്കിലും ആയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കാപ്പി കൊടുത്തു കേട്ടോ. കാപ്പി കൊടുത്തിട്ട് രേവതി പറഞ്ഞു അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രശ്നമൊന്നും അല്ല, ചെറിയൊരു പ്രശ്നമാ. പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർ രണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നിട്ട് നിങ്ങളെന്താ കുടിക്കുന്നത്? അതെ കട്ടൻ കുടിക്കുക ചേച്ചി. അതെ രേവതി എനിക്കൊരു കട്ടൻ തരുമോ? അതിനിപ്പോ എന്താ ശ്രുതി, തരാലോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ പെണ്ണ് വർഷ ചോദിച്ചു അല്ല എന്ത് പറ്റി, സുധിയേട്ടനും ടെറസിന്റെ മണ്ടയിലേക്ക് പോയോ? പോയി, എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ കട്ടൻ ചായ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പൊ വർഷ പറഞ്ഞു അതെ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴും വഴക്കുണ്ടാക്കും, അത് ഞങ്ങൾക്കറിയാം. എന്താ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് സോഫ്റ്റ് അല്ലേ, അവരുമായിട്ട് എന്താ വഴക്കുണ്ടാക്കിയത്? സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാം ചിലപ്പോ ഉണ്ടല്ലോ. ഈ ഹസ്ബൻഡ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ ഒരേ സ്വഭാവ. കറക്റ്റാ ചേച്ചി. ഈ കല്യാണം കഴിയുമ്പോ ഈ ആണുങ്ങളെല്ലാം സ്വഭാവം അങ്ങ് മാറ്റുക. കല്യാണത്തിന് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും, കല്യാണത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനോ ടോർച്ചർ ചെയ്യുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വഴക്ക് പറയും. ശരിയാ, മാരേജിന് മുമ്പായിട്ട് നമ്മൾ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. വായിലൂടെ പാലും തേനും ഒക്കെ ഒഴുകും. നമ്മളോടുള്ള പ്രണയം നിറഞ്ഞൊഴുകുന്നത് പോലെയുള്ള സംസാരമായിരിക്കും. കല്യാണത്തിന് ശേഷം ഡിം, എല്ലാം തീർന്നു, പൊട്ടിത്തകർന്നു, പാലും ഇല്ല തേനും ഇല്ല, ഒരു തേങ്ങാ കൊലയും ഇല്ല. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഒക്കെ അറിയാം, പക്ഷെ എനിക്ക് എൻ്റെ ഭർത്താവിനെ കല്യാണത്തിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ വിവാഹം അങ്ങനെ ആയിരുന്നല്ലോ. സച്ചേട്ടന് ഓരോ ദിവസം ഓരോ സ്വഭാവ. ശരിയാ രേവതി ചേച്ചി പറഞ്ഞത്, ഞങ്ങളെക്കാളും മോശ അവസ്ഥയിലാട്ടോ ചേച്ചി ഉള്ളത്. ഞാനും ശ്രുതി ചേച്ചിയും എങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ല. അല്ല ശ്രീകാന്ത് നല്ലവനാണല്ലോ വർഷേ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ, പിന്നെ നിന്നെ ഒന്നും പറയാറുമില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് രേവതി ചോദിച്ചു. പിന്നെ ചേച്ചിക്ക് എന്തറിയാം, ശ്രീകാന്താണോ നല്ലവന്? അയ്യോ പറയുന്ന എന്തിനും മറ്റൊരർത്ഥം കാണും. ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര വാശിയാ, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. പറയാതിരിക്കുന്ന ഭേദം. അല്ല അവൻ അങ്ങനെയാണോ? പിന്നല്ലാതെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു മാരേജിന് മുമ്പ് ഞാൻ ശ്രുതി എത്ര വഴക്ക് പറഞ്ഞാലും എതിർത്തൊന്നും പറയില്ല, തെറ്റ് സംഭവിച്ചാൽ സോറി പറയും. പക്ഷേ ഇന്നേ ശ്രുതി എന്ത് തെറ്റ് ചെയ്താലും ഞാൻ സോറി പറയേണ്ട അവസ്ഥയാ. അയ്യോ ശ്രുതി ചേച്ചി എന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. അല്ല രേവതി ചേച്ചി മാരേജിന് മുമ്പുള്ള ലൈഫ് അല്ലേ നല്ലത്? അതെ മാരേജിന് മുമ്പുള്ള ലൈഫ് തന്നെയാ നല്ലത്. ഞാൻ അത് രാവിലെ എണീറ്റ് പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോവും, തിരികെ വന്ന് പൂമാല കെട്ടും, അത് നൽകാനായിട്ട് കടകളിലും
വീടുകളിലും ഒക്കെ പോകും. പിന്നീട് പൂക്കടയിൽ നിൽക്കും. പിന്നെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യും. സന്ധ്യയ്ക്ക് വീട്ടിലെത്തും. പിന്നെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം ചിരിയും കളിയും ആഹാരം കഴിക്കലും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു. അതൊക്കെ അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു. ആ അതെ ചേച്ചി, ഞാൻ ഡബ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ പോകും. പിന്നെ റെസ്റ്റോറന്റ്, ഷോപ്പിംഗ് മോള്, പല ദിവസങ്ങളിലും മൂവി കാണാൻ പോയിട്ട് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒന്നും പറയത്തില്ല, എന്നെ ചോദ്യം ചെയ്യാറുമില്ല. എവിടെ പോണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളപ്പം പോകാം. അല്ല, ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ മാരേജിന് മുമ്പ്? ആ, ഞാന് ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ആ ഞാനും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, കല്യാണത്തിന് ശേഷം ഞാൻ കെട്ടുന്ന പൂമാല പോലെയാ പലരുടെയും ജീവിതം അല്ലേ വർഷ. ആദ്യമൊക്കെ നല്ല മണവും നല്ല ഭംഗിയും നിറവും ഒക്കെ ഉണ്ടാകും, നല്ല ഊർജവും ഒക്കെ ഉണ്ടാകും. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും വാടി 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 അത് ഉതിരാൻ തുടങ്ങും. ചേച്ചി കറക്റ്റാട്ടോ പറഞ്ഞത്. ചേച്ചിയുടെ ജോലി കൊണ്ട് ചേച്ചി ഉദാഹരണം കാണിച്ചു തന്നു. അവര് 3 പേരും പിണങ്ങിപ്പോയത് ഒരു കണക്കിന് നന്നായി. നമുക്കിങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, മനസ്സ് തുറക്കാൻ പറ്റിയല്ലോ. നമുക്കിടയിൽ ഇതൊക്കെ ഒരു ബോണ്ടിങ് ആയിട്ട് മാറും. നമ്മൾ 3 പേരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ രേവതി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ രേവതിനെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നയനയുടെയും മാതൃശ്ശന്റെയും വിശേഷമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.